അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് നടന്നത് എന്നറിയാതെ എല്ലാവരും അജബായി നിൽക്കുകയാണ്. ഷമ്മാസിൻ്റെ ഉമ്മ വിചാരിക്കാണ്, പടച്ച റബ്ബേ, എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നീ ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ശരിയാക്കി തന്നത്? എൻ്റെ നുസൈബ മോളെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയത്താൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. പിന്നീട് ഞാൻ കരുതിയിരുന്നു എൻ്റെ ഷാമോനോട് ഈ കാര്യമൊന്ന് പറഞ്ഞാലോ. പക്ഷേ ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ അവന് ഞാൻ സംരക്ഷിച്ചോളാം ഉമ്മ, വിവാഹം കഴിക്കൽ അത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി ആശ്വസിച്ചു. എങ്കിലും സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതാണല്ലോ. പക്ഷേ ജീവിതസഖിയായി നീ അവളെ എടുക്കണമെന്ന് നിർബന്ധിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, അവൾ അവൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫായിരുന്നു. അതുമാത്രമല്ല, ഷമ്മാസ് എന്ന് വെച്ചാൽ തീരെ കല്യാണം കഴിക്കാത്ത ഒരു ചെക്കനുമാണ്. അതുകൊണ്ട് ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ ചില ആളുകളുണ്ട് അങ്ങനെ ജ്യേഷ്ഠൻ വല്ല അപകടത്തിലും മരണപ്പെട്ടവർ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ജ്യേഷ്ഠന് മക്കളുണ്ടെങ്കിൽ അനിയൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാവാറുണ്ട് പലയിടത്തും. ജ്യേഷ്ഠൻ പെട്ടെന്ന് മരണപ്പെട്ടു. ജ്യേഷ്ഠന് 2 മക്കളുണ്ട്. നല്ല സ്വഭാവമുള്ള നല്ലൊരു മരുമകളായിരുന്നു ആ ജ്യേഷ്ഠൻ്റെ ഭാര്യ. പക്ഷേ അവൻ മരണപ്പെട്ടതോടുകൂടി അവർക്കവിടെ സ്ഥാനമില്ലാത്തൊരവസ്ഥ. പഠിച്ചോനെ, എൻ്റെ ഭർത്താവില്ലാതെ ഞാനിവിടെ എങ്ങനെ ജീവിക്കും? എൻ്റെ ഭർത്താവ് പോയല്ലോ, ഇനി എന്താ എൻ്റെ ജീവിതത്തിൽ ഒരർത്ഥം? അതും ഈ ഇളച്ചന്മാർക്കിടയിൽ ഞാൻ എങ്ങനെ നിൽക്കും എന്നുള്ള ആ ഒരു ഭയം ആ പെണ്ണിനെ വല്ലാതെ അലട്ടിയിരുന്നു. പക്ഷേ ആ കുട്ടികൾ ഇവിടുത്തതല്ലേ, അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയി നിൽക്കുക എന്ന് വെച്ചാലും പ്രയാസമുള്ള കാര്യം. അതുമാത്രമല്ല, ഞങ്ങൾക്കാണെങ്കിൽ വേറെ വീടുമായിട്ടില്ല, തറവാട്ടിലാണ് നിൽക്കുന്നതും. വളരെയധികം വിഷമിച്ച ആ പെൺകുട്ടി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എൻ്റെ കുട്ടികളുടെ ഉപ്പ മരണപ്പെട്ടു പോയി. പഠിച്ച റബ്ബേ, ഞാൻ എന്നെ എന്താ ചെയ്യുക? എൻ്റെ വീട്ടിൽ എനിക്കാണെങ്കിൽ ഉമ്മയും ഉപ്പയുമില്ല. പിന്നെ ആങ്ങളയുടെ അടുത്തും അവരുടെ അടുത്തൊക്കെ എത്ര ദിവസം വെച്ച് നിൽക്കും ഈ മക്കളെയും കൊണ്ട്? എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടാൽ അതിനൊക്കെ എടുത്തു കൊടുക്കാനും എൻ്റെ കയ്യിൽ പൈസ വേണ്ടേ? പടച്ച റബ്ബേ, ഞാൻ എന്ത് ചെയ്യും എന്ന് ആ പെൺകുട്ടി ആലോചിച്ച് പടച്ച റബ്ബിനോട് സങ്കടപ്പെട്ട് പറയുന്നതിനിടയിലാണ് ആ ഒരു വാർത്ത കേട്ടത്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മ ചോദിക്കുകയാണ് മരുമകളോട്, മോളെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾക്ക് അത് സങ്കടാവോ? എന്താ ഉമ്മ, എന്ത് കാര്യമാണ് അത്? മോളെ, എൻ്റെ വലിയ മോൻ ഏതായാലും മരിച്ചു പോയി, നിൻ്റെ ഭർത്താവ്, നമ്മുടെ കുട്ടികളുടെ ഉപ്പ. പക്ഷേ മറ്റൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മക്കൾ അനാഥരാവും. അതെ, ഒരു പക്ഷേ നിന്നെ അവർ കൊണ്ടുപോകുമായിരിക്കും. മക്കളെ ആരും ഏറ്റെടുക്കില്ലല്ലോ. പിന്നെ ഇവിടെ എൻ്റെ കാലം കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. പിന്നെ നിൻ്റെ ഭർത്താവിൻ്റെ അനിയന്മാരൊക്കെയല്ലേ ഇവിടെ ഉള്ളത്. അത് എന്തൊക്കെ തന്നെയായാലും മോളെ ബുദ്ധിമുട്ടായിരിക്കും. ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? മോളെ, ഞാൻ ഒരു കാര്യം പറയാം. നിൻ്റെ ഭർത്താവിൻ്റെ അനിയനുണ്ടല്ലോ, അവൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സമ്മതമാണോ? ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ സ്വന്തം അനിയനെ പോലെ കരുതിയ ഞാൻ, അതെങ്ങനെ ഉമ്മ? മോളെ, അതൊന്നും നീ വിഷയമാക്കണ്ട. കാരണം നമ്മുടെ കുട്ടികളെ ഒരിക്കലും അനാഥമാവില്ല. അനാഥമാവാതിരിക്കാൻ ഏറ്റവും നല്ല വഴി ഇതുതന്നെയാണ്, മൂത്തച്ചിയെ ഇളയച്ചൻ കല്യാണം കഴിക്കുക എന്നുള്ളത്. അതിലൊരു തെറ്റുമില്ല. അവൻ മരിച്ചതിന് ശേഷമല്ലേ, അല്ലാതെ ഒന്നുമല്ലല്ലോ. അവൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ പിന്നീട് തൻ്റെ ഭർത്താവിൻ്റെ അനിയൻ തൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇത്താത്ത, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനൊരു തീരുമാനം എൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ്. കാരണം നമ്മുടെ മക്കൾ ഒരിക്കലും അനാഥമാവില്ല. ഇതാകുമ്പോൾ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ. അപ്പോൾ ഒരിക്കലും അവർക്ക് സ്നേഹം കിട്ടാതിരിക്കില്ല, അവർ ഒറ്റപ്പെടില്ല. ഇത്താത്താക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇത്താത്തയെ നിക്കാഹ് കഴിച്ചോളാം.
എന്നാൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവില്ലല്ലോ, ഈ വീട്ടിൽ തന്നെ കഴിയുകയും ചെയ്യാം. ഒടുവിൽ അവൻ്റെ ആ വാക്കുകൾ കേട്ട് മനമില്ലാ മനസ്സോടെയാണെങ്കിലും തൻ്റെ കുട്ടികളുടെ ഭാവി ഓർത്ത് അവൾ അതിനെ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ അതാ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അനിയൻ അവിടെ നിക്കാഹ് കഴിക്കുകയാണ്. അങ്ങനെ അവർ നല്ല രീതിയിൽ ജീവിതം നയിക്കുകയാണ്. ഈ ഒരു സംഭവം യഥാർത്ഥ കഥയാണ്, ഒരിക്കലും കെട്ടുകഥയല്ല. ഇന്നും അവർ നല്ല രീതിയിൽ റാഹത്തായി ജീവിക്കുന്നു, അൽഹംദുലില്ലാ. അതിനുശേഷം അവർക്കതാ മൂന്നാമതൊരു കുഞ്ഞ് പിറക്കുകയാണ്. അതെ, അൽഹംദുലില്ലാ, റാഹത്തോടെ സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു. ആ കഥയെല്ലാം അതാ ഉമ്മ ഓർക്കുന്നു. പഠിച്ചോനെ, ഇതിപ്പോൾ മക്കളൊന്നുമില്ല, സംഭവം അനിയൻ തന്നെ, ജ്യേഷ്ഠൻ്റെ ഭാര്യ തന്നെ, ഒക്കെ ശരി തന്നെയാണ്. അല്ലാ, എനിക്കിതിന് 100 പ്രാവശ്യം സമ്മതമാണ്. ഇനി എൻ്റെ മോനൊന്ന് കണ്ണു തുറന്ന് എൻ്റെ ഷാമോനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനത് തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും അവൻ്റെ മനസ്സിലുള്ളത് എന്നറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാമായിരുന്നു. പഠിച്ചോനെ, എൻ്റെ ഷാമോനെന്ന് കണ്ണു തുറന്ന് ശരിക്കൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അവളെ ശരിക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ. ആ ഉമ്മക്ക് ധൃതിയായി തുടങ്ങി. ഷാമോനെന്ന് എണീറ്റ് സത്യങ്ങളെല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞ് താൻ സ്നേഹിച്ച പെണ്ണ് തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആ ഉമ്മ കൊതിച്ചു പോവുകയാണ്. ഷമ്മാസിനെ കണ്ട ആ ഒരു ഷോക്കിൽ നിന്ന് ഇപ്പോഴും നുസൈബ വിമുക്തയായിട്ടില്ല. പടച്ചോനെ, ഞാൻ കാണുന്നത് സ്വപ്നമാണോ എന്ന് വരെ അവൾ ഓർത്തു പോവുകയാണ്. അവൾക്ക് എന്തൊക്കെയോ ഒരു നാണക്കേട് തോന്നുകയാണ്. പടച്ചോനെ, ഒരിക്കലും ഞാൻ കണ്ടിരുന്നില്ല ഫൈസൽ കെയുടെ അനിയനെ. അത് അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ എനിക്കാകെ ഭയമാകുന്നു റബ്ബേ. ഞാൻ എന്ത് ചെയ്യും? ഫൈസൽക്ക അവിടെ ഉണ്ടാവുമല്ലോ, ഞാൻ എങ്ങനെ? പഠിച്ച റബ്ബേ, ഷമ്മാസിനെയാണെങ്കിൽ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോയി. ഫൈസലിൻ്റെ അനിയനാണെന്ന കാര്യം ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല. വീട്ടിലേക്ക് പലവട്ടം വന്നിട്ടുണ്ട്, പക്ഷേ ഒരു വട്ടം പോലും ഞാൻ കണ്ടിട്ടില്ല ഷമ്മാസിനെ നേരിട്ട്. അങ്ങനെ ഞാൻ കണ്ടിരുന്നെങ്കിൽ അല്ലാ, ഞാൻ എന്താ ചെയ്യാം എനിക്കറിയില്ല. പാവം ഷമ്മാസ് എന്നെയും ആഗ്രഹിച്ചു പോയി. എനിക്കാണെങ്കിൽ ഷമ്മാസ് ഇല്ലാത്തൊരു ജീവിതം ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. എന്താ റബ്ബേ ഞാൻ ചെയ്യുക? പക്ഷേ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. അത് മറ്റൊന്നുമല്ല, എനിക്കെൻ്റെ ഉമ്മയെ തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം. അതെ, ഞാൻ ഷമ്മാസിൻ്റെ ഭാര്യയായിക്കൊണ്ട് ആ വീട്ടിലേക്ക് ചെന്നാൽ എൻ്റെ ഉമ്മയായി മാറി. പിന്നെ ആ ഉമ്മ വീണ്ടും എനിക്ക് നഷ്ടപ്പെട്ട ഒരു വസന്തമായിരുന്നു എൻ്റെ ഉമ്മ. സത്യം പറഞ്ഞാൽ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദനയായിരുന്നു. പെറ്റുമ്മക്ക് പോലും അത്രയധികം സ്നേഹം തരാൻ കഴിഞ്ഞിട്ടില്ല. അത്രക്കും ആ ഉമ്മ എന്നെ സ്നേഹിച്ചിരുന്നു. പടച്ച റബ്ബേ, ആ കാര്യത്തിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, അൽഹംദുലില്ലാ. പക്ഷേ ഷമ്മാസ്, അത് എന്താ റബ്ബേ ഞാൻ ചെയ്യുക? എൻ്റെ അനിയൻ്റെ സ്ഥാനത്താണ് അവനുള്ളത്. ഫൈസൽക്കയുടെ അനിയനാണ് അവന്. ഒരിക്കലും അവനെ എൻ്റെ ജീവിതത്തിലെ ഇണയാക്കി കണക്ക് കൂട്ടാൻ എനിക്ക് കഴിയുമായിരുന്നില്ല ഒരിക്കലും. പക്ഷേ അറിഞ്ഞില്ല, ഒന്നും അറിയാതെയായിപ്പോയി എല്ലാം. അവൻ എന്നോട് സ്നേഹാഭ്യർത്ഥന നടത്തിയപ്പോഴും ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്തെന്നറിയില്ല, ഒരു ആണിൻ്റെ സ്നേഹം കിട്ടുക എന്നത് മനസ്സും ആഗ്രഹിച്ചു പോയി. കാരണം മറ്റൊന്നുമല്ല, ജീവിതത്തിൽ എനിക്കൊരിക്കലും ഒരാണിൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. ഇത് പരിശുദ്ധമാണെന്ന് എനിക്ക് തോന്നി. അതിന് പ്രധാനപ്പെട്ട കാരണക്കാരി ഷിഫയാണ്. ഷിഫയുടെ അത്ര നിർബന്ധം കൊണ്ടാണ് ഞാൻ അവനക്ക് റീപ്ലൈ വരെ കൊടുത്തത്. അതുവരേക്കും എനിക്ക് പേടിയായിരുന്നു. ഷിഫ എന്നോട് പറഞ്ഞു, എടേ നുസൈബ, നല്ല ചെക്കനാണെടേ, എല്ലാം കൊണ്ട് നല്ലതാണ്. നിന്നെ മാത്രം അവൻ കണ്ടുപിടിക്കാൻ കാരണം അവനൊരു സ്വാലിഹായ കുട്ടിയായതുകൊണ്ടല്ലേ. ബാക്കി എത്രയോ പെൺകുട്ടികളുണ്ട്, എത്രയോ സുന്ദരികളുണ്ട്, അവരെയൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. ഹിജാബ് ഇട്ട് നടക്കുന്ന നിന്നെ മാത്രമാണ് അവൻ ശ്രദ്ധിച്ചത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ അവൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധി. അതുകൊണ്ട് നിനക്ക് ഒരിക്കലും ഒരു നഷ്ടം വരില്ല. അവന് എന്നും നിന്നെ പൊന്നു പോലെ നോക്കും. എടി പ്ലീസ് നുസൈബ, നീ ഒന്ന് റീപ്ലൈ കൊടുത്തേക്ക് അവൻക്ക്. അവൻ അത്രക്കും നിന്നെ ആഗ്രഹിച്ചു പോയത് കൊണ്ടാണ്. അങ്ങനെ ഷിഫയുടെ ആ ഒരു വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ റീപ്ലൈ കൊടുത്തതും അവനോട് കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടതും എല്ലാം.
അതും ശരിക്ക് ഉള്ളു തുറന്ന് സംസാരിച്ചിട്ടില്ല. വല്ലപ്പോഴും മെസ്സേജുകൾ എന്തെങ്കിലും മാത്രം. പേടിയാണ്. ഒരിക്കൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു, കണ്ടു. പക്ഷേ അതിനു മുമ്പ് ഒരിക്കലെങ്കിലും ആ ഉമ്മയുടെ കൂടെ എത്രയോ പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ വീട്ടിലേക്ക് പലവട്ടം കയറിയിട്ടുണ്ട്, അതുപോലെ പലവട്ടം പുറത്ത് വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട്. അന്നൊന്നും ഒരിക്കൽ പോലും ഞാൻ അവനെ കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ ഹേയ്, അത് എന്തായാലും എന്താ റബ്ബേ ഞാൻ ചെയ്യുക? എനിക്ക് എന്തത് പറ്റിപ്പോയത്? എല്ലാം പഠിച്ചവൻ്റെ വിധി തന്നെയായിരിക്കും. നുസൈബ ഓരോന്ന് ആലോചിക്കുന്നു. ഉമ്മയും ഉപ്പയും അവളെ വിളിക്കുന്നു. മോളെ നുസൈബ, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഉമ്മ പറഞ്ഞു, എന്തായാലും മോളെ നഷ്ടമൊന്നുമില്ല, നമുക്ക് നല്ലൊരു ഭാഗ്യമാണ് പഠിച്ചവൻ കൊണ്ടുവന്നിട്ടുള്ളത്. വീണ്ടും ആ ഉമ്മയുടെ മരുമകളായി എത്തുവാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവുകയാണല്ലോ. മോളെ സന്തോഷിച്ചോ, ഒരിക്കലും ദുഃഖിക്കേണ്ട. ഫൈസൽ എന്ന് പറഞ്ഞ അവൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും പക്ഷേ ഷമ്മാസ് എന്ന പേരുള്ള ആ അനിയൻ തങ്കപ്പെട്ട മോനാണ്. അത് കണ്ട് ഉപ്പയും പറഞ്ഞു. ഉപ്പയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മോളെ, നമ്മളെ എത്ര പ്രാവശ്യം സഹായിച്ചിട്ടുണ്ട് അവന്. എന്തൊരു നല്ല മോനാണ്. എന്നെ ഉപ്പ എന്നാണ് അവൻ വിളിക്കാറുള്ളത്. എൻ്റെ കൈ പിടിച്ച് എത്രയോ പ്രാവശ്യം എത്രയോ സ്നേഹത്തിൽ എന്നോട് ഉപ്പ എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവൻ്റെ ഉപ്പ എന്നുള്ള വിളി കേൾക്കുമ്പോൾ അതിൻ്റെ ഹൃദയത്തിലാണ് തട്ടുന്നത്. ഒരു മകനില്ലാത്ത ദുഃഖം അവനിലൂടെ ഞാൻ തീർത്തിരുന്നു. ആ ഒരു സന്തോഷം അവനിലൂടെ ഞാൻ പലവട്ടം എടുത്തിരുന്നു. എന്നെ ഹൃദയം നിറഞ്ഞുകൊണ്ട് ഉപ്പ എന്ന് പറയുമ്പോൾ എന്തെന്നറിയില്ല മോളെ, എന്താണ് പടച്ചോൻ നമ്മളെങ്ങനെയൊക്കെ അനുഗ്രഹിച്ചത് എന്നെനിക്കറിയുന്നില്ല. മോളെ, എൻ്റെ മോള് എന്തെങ്കിലും മോൾക്ക് വിഷമമുണ്ടോ ഈ കാര്യത്തിൽ? മോളൊരിക്കലും അറിഞ്ഞില്ലല്ലേ ഫൈസലിൻ്റെ അനിയനെയാണ് മോൾ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം? ഒരിക്കലും അറിഞ്ഞില്ലല്ലോ ഉപ്പ. ഇല്ല, സത്യമായിട്ടും ഞാൻ കണ്ടിട്ടുമില്ലായിരുന്നു. ഞാൻ ഇപ്പോഴടുത്തങ്ങനെ ഒരു പ്രാവശ്യമാണ് കണ്ടത്. ഞാൻ ശരിക്കും മുഖത്ത് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ വീട്ടിൽ വന്നപ്പോഴും കണ്ടിട്ടില്ല ഫൈസൽക്കയുടെ അനിയനാണ് എന്നുള്ള കാര്യം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ മോളെ സാരല്ല, കാണാത്തത് നന്നായി. അള്ളാഹുവിൻ്റെ കൽപ്പനയായിരിക്കും ഇതൊക്കെ. അവനെ വീട്ടിൽ വെച്ച് കാണാത്തത് നന്നായി. ഒരിക്കൽ കണ്ടിരുന്നെങ്കിൽ പിന്നെ നിന്നെ കാണുന്ന സമയം ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടാകുമായിരുന്നില്ല. അത് നന്നായി. എല്ലാം പടച്ച റബ്ബിൻ്റെ വിധിയാണ്. ഷമ്മാസിൻ്റെ ഉമ്മ നുസൈബയുടെ അരികിലേക്ക് വന്നു. അവളുടെ കയ്യിൽ പിടിച്ചു. പൊന്നു മോളെ, എൻ്റെ മോള് ഉമ്മാനെ വിട്ട് പോവില്ലല്ലോ? ഉമ്മാൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഉമ്മാൻ്റെ മോള്? ഇല്ലേ? ഒരു വട്ടം പടച്ച റബ്ബ് കൊണ്ടുപോയി എന്നിൽ നിന്ന്. പക്ഷെ വീണ്ടും ഇതാ എൻ്റെ മുമ്പിൽ തന്നെ എത്തിച്ചിരിക്കുന്നു. ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല. പൊന്നുമോളെ, നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഫൈസലിൻ്റെ അനിയനാണ് ഷമ്മാസ് എന്നുള്ള കാര്യം നീ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അല്ലേ? ഇപ്പോഴല്ലേ അറിഞ്ഞത്? അതൊക്കെ അള്ളാഹുവിൻ്റെ ഓരോ വിധിയാണ്. ഞാൻ അത്രക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു, പടച്ച റബ്ബേ എൻ്റെ നുസൈബയെ എനിക്ക് തിരിച്ചു തരണേ എന്നുള്ളത്. അത് പഠിച്ചോൻ തരികയാണല്ലോ ഉമ്മ. എനിക്ക് സന്തോഷമാണ്, പക്ഷേ ഫൈസൽക്ക് എനിക്ക് ഭയമാണ് ഉമ്മ. മോളെ, എന്തിനു ഭയക്കണം? അവൻ കാട്ടിക്കൂട്ടിയ ചെറ്റത്തരങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞോ? നീയേ ഇല്ലല്ലോ, എല്ലാം സഹിച്ച് ക്ഷമിച്ചു നിന്നതല്ലേ. പിന്നെ അവൻ്റെ ഇഷ്ടത്തിനങ്ങ് നിന്നെ ഡൈവോഴ്സ് ചെയ്തു. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞത് എൻ്റെ ഹൃദയമായിരുന്നു. വല്ലാതെ വേദനിച്ചിരുന്നു അവൻ്റെ ഈ ചെയ്തികൾക്ക്. പക്ഷേ പഠിച്ച റബ്ബ് എനിക്ക് വീണ്ടും നിന്നെ ഇതാ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്ന് എനിക്കൊരിക്കലും അറിയാൻ കഴിഞ്ഞില്ല. എൻ്റെ മോള് ഒന്നുകൊണ്ട് വിഷമിക്കരുത്. ഇന്നു മുതൽ നീ എനിക്കെൻ്റെ മരുമകളാണ്. അതെ, എത്രയും പെട്ടെന്ന് ഷമ്മാസുമായുള്ള നിക്കാഹ്. മോൾക്ക് സമ്മതല്ലേ ഉമ്മ? ഞാൻ എന്താ പറയുക, ഫൈസൽക്ക് എനിക്ക് പേടിയാണ് ഉമ്മ. ഫൈസൽക്ക് എനിക്ക് പേടിയാണ്. അതുമാത്രമല്ല, ഷമ്മാസ് ഇനി എന്നെ തിരിച്ചറിയുമ്പോൾ ജ്യേഷ്ഠൻ്റെ ആദ്യ ഭാര്യയായിരുന്നു ഞാൻ സ്നേഹിച്ച പെണ്ണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഷമ്മാസിൻ്റെ പ്രതികരണം എന്തായിരിക്കും? അത് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ
ഉമ്മ വിളിച്ചപ്പോൾ ഹിജാബി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി, അവൻ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ രഹസ്യം ഇപ്പോഴും ഷമ്മാസ് അറിഞ്ഞിട്ടില്ലല്ലോ. മോനെ, ഇതായിരുന്നു ഫൈസലിൻ്റെ ആദ്യത്തെ ഭാര്യ എന്നുള്ളത് അതറിയുമ്പോൾ ഉമ്മ എന്തായിരിക്കും ഷമ്മാസ് വിചാരിക്കുക? എന്നെ ഇത്രയും സ്നേഹിച്ച എന്നെ ഒരു പക്ഷേ അയ്യേ, ഞാൻ എൻ്റെ മൂത്തച്ചിയാണോ സ്നേഹിച്ചത് എന്ന് കരുതി ഒരു പക്ഷേ അവനതിൽ നിന്ന് പിന്മാറിയാലോ? അപ്പോൾ ഉമ്മ, എനിക്ക് വിഷമമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ എന്താ ചെയ്യാം? എൻ്റെ പൊന്നുമോളെ നുസൈബ, ഷമ്മാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റു മക്കളെ പോലെയല്ല. അവന് എല്ലാത്തിലും നീതി കണ്ടെത്തുന്ന ആളാണ്. ഒരിക്കലും ഒരാളെ ചതിക്കില്ല, വഞ്ചിക്കില്ല. ഇതുവരെ എൻ്റെ മോൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്? അതും ഞാനും കൂടി പറയുമ്പോൾ ഹേയ്, എൻ്റെ മോനെ എനിക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം എന്താ? നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എൻ്റെ മോനാണ് ഷമ്മാസ്. അവൻ ആരാണെന്ന് എനിക്കറിയാം. അവൻ എന്ത് തീരുമാനിക്കും എന്നുള്ളതും എനിക്കറിയാം. മോള് സമാധാനമായിരിക്കെ. പഠിച്ചോനെ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞതാ നുസൈബയെ ഉമ്മ ചേർത്ത് പിടിക്കുന്നു. ഷമ്മാസിൻ്റെ ഹിജാബി വന്നിട്ടുണ്ട് എന്നൊക്കെ ഉമ്മ പറഞ്ഞപ്പോഴും ഹിജാബി നീ എവിടെ എന്ന് പറഞ്ഞപ്പോൾ നുസൈബ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അപ്പോഴൊന്നും അവൻ അറിയുന്നില്ലല്ലോ ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ള കാര്യം. നുസൈബയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ അവനോട് സംസാരിക്കുന്നു. അതിനെല്ലാത്തിനും അവനങ്ങനെ മറുപടിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഷമ്മാസിനെ അപ്പോഴും മനസ്സിലായിട്ടില്ല ആ ഹിജാബി അത് അവരുടെ മോളാണെന്നുള്ളത്, തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത്. അവൻ്റെ മനസ്സിൽ ഇപ്പോൾ സന്തോഷമുണ്ട്. എന്തെന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു കുളിരുണ്ട്. അവൻ ഉമ്മയെ വിളിക്കുന്നു. ഉമ്മ, അവരൊക്കെ പോയോ? മോനെ, ഇല്ലടാ, അവരൊക്കെ അവിടെയുണ്ട്. ഉമ്മ, അവർക്ക് ചായ ഏൽപ്പിച്ചോളൂ. മോനെ, അതൊക്കെ ഞാൻ ചെയ്യാം. മോനൊന്ന് ശരിക്കൊന്ന് സംസാരിച്ച് ഈ ഒരു ഓർമ്മയിൽ നിലനിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാണ്. ഉമ്മ, ഹിജാബിയെ ഒന്നുകൂടി വിളിക്കുമോ? മോനെ, ഞാൻ വിളിക്കാം. അവരെല്ലാവരും അപ്പോൾ വരാന്തയുടെ ആ ഭാഗത്തേക്ക് നിന്നിരുന്നു. നുസൈബ, മോളെ വിളിക്കുന്നുണ്ട്. നുസൈബക്ക് ആകെ ഭയമായി. പടച്ച റബ്ബേ, എല്ലാം തിരിച്ചറിയുമോ? താൻ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഷമ്മാസ് എന്നെ ഉപേക്ഷിക്കുമോ എന്ന് വരെ അവൾ ഭയപ്പെട്ടു. ഉമ്മ, എന്താ പറയുന്നത്? ഉമ്മ പറഞ്ഞോ? ഹേയ്, ഇല്ല മോളെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഹിജാബി അതാ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. മോളെ, ആ നിക്കാബ് ഒന്ന് പൊന്തിച്ചേക്ക്, അവനൊന്ന് കണ്ടോട്ടെ നിന്റെ മുഖം. അവൾ ഷമ്മാസിൻ്റെ അടുത്തേക്ക് വന്നു. അവൾ അവളുടെ ഹിജാബ് പൊന്തിക്കുന്നു. ശരിക്കും ഷമ്മാസ് അവളുടെ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഹിജാബി, ആരെ കൂടെയാ വന്നത്? ഒരു നിമിഷം നുസൈബാക്ക് എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നായിപ്പോയി. ഉമ്മ അവിടെ നിന്ന് ആംഗ്യം കാണിച്ചു കൊടുത്തു. ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെയാണ് വന്നത്. ആണല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അതൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എനിക്ക് 2 അനിയത്തിമാരാണ് ഉള്ളത്. ഉമ്മ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പഠിച്ച റബ്ബേ, അവനൊരിക്കലും ഇതറിയരുതേ എന്നാണ് ആ ഉമ്മ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അതെങ്ങാനും അറിഞ്ഞാൽ അവൻ്റെ ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് അവന് വീണ്ടും പഴയ സ്ഥിതിയിലാകുമോ എന്നുള്ളൊരു പേടിയും ഉമ്മാക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവളോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്ത് ഉമ്മ സംസാരിക്കുന്നുണ്ട്. അവർ മോനെ കുറച്ച് സമയമായി വന്നിട്ട്, ഉമ്മയുടെ ഉപ്പയുടെയും കൂടെ വന്നതാണ്. ആ, ഇതാണല്ലേ മോന് പറഞ്ഞ് ആ ഹിജാബി? മാഷാ അല്ലാഹ് മോനെ, എൻ്റെ കുട്ടിൻ്റെ സെലക്ഷന് കൊള്ളാട്ടോ. നല്ല സുന്ദരി പെണ്ണാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല ഈമാനുണ്ട്. അത് മതിയല്ലോ. പിന്നെ നല്ല ലജ്ജയും നല്ല സ്വഭാവവും എല്ലാം ഒത്തിണങ്ങിയ പെൺകുട്ടി. ഷമ്മാസ് അത് കേട്ട് ചിരിച്ചു. ഉമ്മ, എന്താ ഉമ്മ? അതേ മോനെ, എനിക്കറിയാമല്ലോ എൻ്റെ കുട്ടി അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ടുപിടിക്കൂലെന്ന്. എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി എൻ്റെ കുട്ടിയുടെ മനസ്സ് എത്രമാത്രം ക്ലിയർ ആണെന്നുള്ളത്. മോനെ, എൻ്റെ പൊന്നുമോനെ, ഇനി നിൻ്റെ ജീവിതത്തിലേക്ക് ഇവൾ വരും, നിൻ്റെ മണവാട്ടിയായിട്ട്.
പെട്ടെന്ന് നമുക്ക് നിക്കാഹൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം, പോരെ? ഉമ്മ, ഇപ്പോൾ നിങ്ങൾക്കായല്ലോ കൂടുതൽ ധൃതി. മറ്റേത് മോനെ, അതൊക്കെ ശരിയാണടാ. എന്തായാലും ഡോക്ടർ പറഞ്ഞ കാര്യേ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴതാ നഴ്സ് അകത്തേക്ക് വരുന്നു. ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. ആ മോനെ, ഡോക്ടർ വരുന്നുണ്ട്. നുസൈബ പെട്ടെന്നതാ പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഉമ്മ അവളുടെ കയ്യിൽ പിടിച്ചു. മോളെ, നീ എങ്ങോട്ടാ? പോവല്ലേ പോവല്ലേ മോളെ, അവിടെ നിൽക്ക്. ഉമ്മ, ഡോക്ടർ വരുന്നില്ലേ? ആ, അതിനെന്താ? ഡോക്ടർ പെട്ടെന്ന് വന്നു. ഷമ്മാസിൽ പെട്ടെന്ന് കണ്ട ആ ഒരു മാറ്റം ഡോക്ടറിനെ തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഹായ് ഷമ്മാസ്. അവൻ കണ്ണു തുറന്ന് പുഞ്ചിരിക്കുന്നു. ഡോക്ടർ ഷമ്മാസ്, കൺഗ്രാജുലേഷൻസ്. ഞാൻ വിചാരിച്ചിരുന്നു മാസങ്ങൾ പിടിക്കുമെന്നുള്ളത്. ഇങ്ങനെയുള്ള കേസുകളൊക്കെ സാധാരണയായിട്ട് മാസങ്ങൾ പിടിക്കാറുണ്ട്. പക്ഷേ എന്തോ ഒരു അത്ഭുതം ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഉമ്മ, എന്താണ് അത്ഭുതം? ഈ കുട്ടി ഏതാ? ഷമ്മാസിൻ്റെ പെങ്ങളാണോ? അല്ലേ, ഷമ്മാസിൻ്റെ മുഖം പോലെ തന്നെ മനോഹരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു. ഒരേ മുഖഷേപ്പ് തോന്നുന്നുണ്ടേ, അതാണ്. അത് കേട്ട് ഉമ്മയും ചിരിച്ചു, ഷമ്മാസും ചിരിച്ചു. നുസൈബ അവളുടെ മുഖം തിരിച്ചു. അതല്ല, എന്താ ഷമ്മാസ് സംഭവിച്ചത്? നല്ലൊരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ കൂടുതൽ നമ്മളിങ്ങനെ എപ്പോഴും പേഷ്യൻറ്റിനെ നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരിക്കുക, ഓരോന്ന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ ഇഷ്ടപ്പെട്ട കാഴ്ചകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കാഴ്ചകൾ കാണലൊന്നും ഒരിക്കലും നടക്കില്ല. എങ്കിലും നമ്മുടെ സ്പീച്ച്, സംസാരത്തിലൂടെയും അതുപോലെ പെരുമാറ്റത്തിലൂടെയും ഇഷ്ടപ്പെട്ടത് മനസ്സിൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിലൂടെയും അത് പെട്ടെന്ന് ആക്റ്റീവ് ആവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കാര്യമായിട്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ടല്ലോ. അതിൽ ഉമ്മ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് കേട്ടോ. നിങ്ങളോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തിനോടല്ലേ? ആ അതെ, ദൈവത്തിനോട് ആദ്യം തന്നെ നന്ദി പറഞ്ഞിക്കണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ വാക്കും ഞാൻ ആലോചിക്കുകയാണ്. നിങ്ങളെ മോൻക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള, അവൻ എന്തിനാണ് സന്തോഷം കാണുന്നത് അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ ഡോക്ടറെ, ഞാൻ നിങ്ങളോട് പറയാനേ. ആ ഉമ്മ പറയൂ. അതെ ഡോക്ടറെ, ഞാൻ എൻ്റെ കുട്ടി കല്യാണത്തിന് വേണ്ടി അതിൻ്റെ മുമ്പൊരു മിഠായി കൊടുക്കലും പെണ്ണ് കാണലൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതിൻ്റെ തലേ ദിവസം എൻ്റെ കുട്ടീനെ കാണാനില്ലാതാണ് ഇതൊക്കെ സംഭവിക്കണതും. ഡോക്ടറെ, നിങ്ങളോട് പറയാൻ, എൻ്റെ കുട്ടിൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടായിരുന്നു. എന്നോട് അങ്ങനെ ഇങ്ങനെയൊന്നും പറയൂല കാര്യങ്ങളെ. എൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ പറയും, ഉമ്മ അവിടെ ഉണ്ട്, എനിക്ക് ഇങ്ങനെ നല്ല ദീനിയായി നടക്കുന്ന കുട്ടികളെ മതി എന്നൊക്കെ പറയും. ഞങ്ങൾ ഓരോ ഇതാണല്ലോ, കുറച്ച് അച്ചടക്കവും ലജ്ജയും കാര്യങ്ങളൊക്കെ ഉള്ള പെൺകുട്ടികളെ മതി എന്ന് ഓൻ ആദ്യമേ പറയുമായിരുന്നു. അപ്പോഴൊക്കെ ഡോക്ടറെ ഞാൻ പറയാം, എവിടുന്നാണ് അങ്ങനത്തിനപ്പോൾ കിട്ടുക? ഇപ്പോൾ ഫുള്ള് ഈ ഫാഷൻ്റെ ലോകത്ത് നടക്കുന്ന കുട്ടികളല്ലേ, ആർക്കെങ്കിലും ശരിക്കും തലയിൽ തട്ടണ്ട. മേക്കപ്പ് ഇടാതെ ഏതെങ്കിലും കുട്ടി ഇറങ്ങുന്നുണ്ടോ? നല്ല മോഡൽ ഡ്രസ്സ് ഇടാതെ ഏതെങ്കിലും കുട്ടികളെ കണ്ടിക്കണ? ഇറക്കമില്ലാത്ത പാൻറ്റും, മുടി കുറേ മുന്നിലും കുറേ ബാക്കിലും കുറേ സൈഡിലും, ലിപ്സ്റ്റിക്കും മേക്കപ്പും ഫുള്ളിട്ട് അങ്ങനെ നടക്കുന്ന പെൺകുട്ടികളെ ഇപ്പോൾ കിട്ടാനുള്ളൂ അല്ലേ? ഇപ്പോൾ ചുരുക്കമാണ് മുസ്ലിം പെൺകുട്ടികളെ കാര്യം തന്നെ ഞാൻ പറയണത്. ഇടയിൽ ഏതെങ്കിലും ഇതുണ്ടാവും ഹിജാബൊക്കെ ചുറ്റി കെട്ടിക്കൊണ്ട്, അതും മോഡലായി ചുറ്റുകയാണ്. അതിപ്പോൾ മറവിന് വേണ്ടിയിട്ടൊന്നല്ല. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, അങ്ങനെ കിട്ടാമ്പോൾ പ്രയാസമാണ് എന്നൊക്കെ പറയുമ്പോഴും ഓൻ പറയും, ഉമ്മ എൻ്റെ മനസ്സിലൊരു കുട്ടിയുണ്ട്, ഞാൻ ഒരു കുട്ടീനെ കണ്ടെക്കണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയാം. അപ്പോഴൊന്നും ഞാനത് വല്ല മെയിൻറ്റെയിൻ ചെയ്തില്ല. ഏതായാലും ഡോക്ടറെ, നിങ്ങളോട് പറയാൻ, ഓൻ്റെ മനസ്സത്തെ ആ കുട്ടീനെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാനും പറഞ്ഞു നമുക്ക് കാണാൻ പോവുക. അങ്ങനെ പറഞ്ഞ് കാണാൻ പോണ തലേ ദിവസമാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഓൻ്റെ മനസ്സിൽ നല്ലോ അത് പതിഞ്ഞൊരു കുട്ടീനെ. എന്ത് പറഞ്ഞാലും വേറെ കല്യാണക്കാരെ ഓൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യൻ്റെ ആങ്ങളുടെ കുട്ടീനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഓനക്ക് വേണ്ട. ഓനക്ക് ഈ ഒരു പെണ്ണിനെ മാത്രമേ മതി, അത് മാത്രം മതി. ഏതായാലും നിങ്ങളോട് പറയാൻ, ഓൻ്റെ ഇഷ്ടം പോലെ തന്നെ ഞാനൊന്ന് നിന്ന് കൊടുത്തു. പിന്നെ എൻ്റെ കുട്ടിക്ക് ഇപ്പമില്ല, ബാപ്പയില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഇമ്മാരെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്ത് ഇറങ്ങണ്ടേ. ഞാൻ പറഞ്ഞു നല്ല ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളും
കാണാനില്ലാതാവല്ലോ, ഞാൻ ആകെ ഇടങ്ങാറായി വിഷമിച്ച് എൻ്റെ കുട്ടീനെ ഒരിക്കലും തിരിച്ചു കിട്ടൂലെന്ന് വരെ ഞാൻ വിചാരിച്ച് ഞാൻ സങ്കടപ്പെട്ട് പഠിച്ചോനെ എന്നെ വിളിക്കണതിന് മുമ്പ് കുട്ടീനെ വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ദൂരം കുറേ നേർച്ചയും കാര്യങ്ങളും ഇതൊക്കെ അതിൻ്റെ ശേഷം ഒക്കെ എൻ്റെ കുട്ടിയുടെ ഹോസ്പിറ്റലിൽ അട്ടപ്പാടി ഒരു ട്രൈബൽ ഹോസ്പിറ്റലിലുണ്ട് പറഞ്ഞാണ്ട് വിവരമൊക്കെ കിട്ടണത്. പിന്നെ ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അവനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ്റെ ഓർമ്മശക്തിയൊക്കെ റെഡിയായി വരുന്നത്. അപ്പം ഞാൻ ഓർത്താൻ ഡോക്ടറെ ഓൻ്റെ മനസ്സത്തെ പെൺകുട്ടിനെ തന്നെ അങ്ങോട്ട് വിളിച്ച് വരുത്തിക്കണമെങ്കിൽ എൻ്റെ കുട്ടീൻ്റെ ഇത് റെഡി ആകുകയാണെങ്കിൽ റെഡി ആവുമല്ലോ. ആഹാ, അപ്പം അങ്ങനെയാണല്ലേ, കൺഗ്രാജുലേഷൻസ്. അതാണോ ആ പെൺകുട്ടി? ഓ, ശരിക്കും ഞാൻ പെങ്ങളാണെന്ന് വിചാരിച്ചു പോയിട്ടോ, സോറി. അതിനെന്താ ഡോക്ടറെ, പെങ്ങളായാലും ആരായാലും ഇപ്പം എന്താ, ഓൻ്റെ മനസ്സിൽ ഓനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി എത്തിയപ്പോഴതാ ഓനെ ലെവലായി. അതെ, ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അവളെ കൊണ്ട് ഒന്ന് ഞാൻ വിളിപ്പിച്ചു. പിന്നെ അവളുടെ സങ്കടം കൊണ്ട്, അങ്ങനെ കിടക്കുന്ന ആളുടെ ഒരു സങ്കടം കൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് അവൻ്റെ മുഖത്തേക്ക് ഒറ്റി. അപ്പം തന്നെ എന്തൊക്കെയൊരു ഉണർച്ച, എന്തൊക്കെയൊരു അട്രാക്ഷൻ വന്ന പോലെ ഒക്കെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ കുട്ടി ആ ഒരു പഴയ ലെവലിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് വന്നു. ഇപ്പോഴിതാ വീണ്ടും വീണ്ടും നോർമലായി പഴയ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ താങ്ക്സ്, വെരി വെരി താങ്ക്സ്. എന്തായാലും ഞാൻ പറഞ്ഞത് കറക്റ്റായില്ലല്ലേ? അപ്പോൾ നിങ്ങളാണ് ഇവിടെ താരം, അതായത് ഉമ്മയാണ് ഇവിടെ താരം. ഉമ്മയുടെ ആ ബുദ്ധിപ്രകാരമുള്ള ആ ഒരു പ്രവൃത്തി കൊണ്ടാണ് ഇന്നിവിടെ എല്ലാം സെറ്റായത്. അതായത് ഉമ്മ വിചാരിച്ചു അവളെ കൊണ്ടുവന്നാലൊരു പക്ഷേ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉമ്മയായിരിക്കും. പക്ഷേ ഉമ്മയേക്കാൾ പലതും പറയുന്നു, എല്ലാം പറയാൻ കഴിയുന്നത് അത് സ്വന്തം ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെണ്ണായിരിക്കും. അപ്പോൾ അവളുടെ ഒരു സാന്നിധ്യം അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏതൊരാണിനും ഇഷ്ടമായിരിക്കും. ആ ഒരു അനുഭവം അതവനക്ക് ഉണ്ടായി. അപ്പോൾ എല്ലാം ക്ലിയറായി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഉമ്മയാണ് ഇവിടുത്തെ താരം. ഡോക്ടർ നുസൈബയെ നോക്കി. പേരെന്താണ്? എൻ്റെ പേര് നുസൈബ. എന്ത് ചെയ്യുന്നത്? ഞാൻ നീറ്റ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഹാ, ആണോ? കൺഗ്രാറ്റുലേഷൻസ്, വലിയ ഡോക്ടറായിട്ട് വരട്ടെ. താങ്ക്സ്. എല്ലാം ഷമ്മാസ് കേൾക്കുന്നുണ്ടായിരുന്നു. ഉമ്മയാണ് അവളെ പഠിപ്പിച്ചതെന്ന് അതൊന്നും ഉമ്മ പറഞ്ഞതേയില്ല. അറിയാത്ത രീതിയിൽ തന്നെ ഉമ്മ നിൽക്കുന്നു. അഥവാ ഡോക്ടറെ, ഞാനാണ്, എൻ്റെ ആദ്യത്തെ മോൻ്റെ വൈഫായിരുന്നു, ഞാനാണ് അവളെ പഠിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനു നന്ന്? അതൊന്നും ഉമ്മ പറഞ്ഞതുമില്ല, അറിയിച്ചതുമില്ല. ഉമ്മ അറിയാത്ത രീതിയിൽ ചോദിച്ചു. ആ, എൻ്റെ മരുമകളാകാൻ പോകുന്ന പെണ്ണ് അപ്പോൾ ഡോക്ടർ വിഭാഗത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണല്ലേ? നുസൈബ ചിരിച്ചു. അതെ ഉമ്മ, ആയിരിക്കും. നല്ല മോളായി വളരട്ടെ. എന്തായാലും നിങ്ങൾ ഇവളെ നല്ല രീതിയിൽ പഠിപ്പിച്ചോളൂ കേട്ടോ. ഷമ്മാസിനോടും ഉമ്മയോടുമായിട്ട് അതാ ആ ഡോക്ടർ പറയുന്നു. എന്തായാലും ഒരു 2-3 ദിവസം കൂടി ഇവിടെ നിൽക്കാം. ഒന്നും കൂടി റെഡിയായിട്ട് നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാം. അതുവരെ ഇവിടെ തന്നെ നിൽക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഡിപ്രഷനും കാര്യങ്ങളും അതൊന്നും ഇല്ലാതെ നോക്കണം. നല്ല ഹാപ്പി ആയിരിക്കുക. ഈ ഒരു ലെവൽക്ക് തന്നെ എപ്പോഴും തുടരുക. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഷമ്മാസ് പഴയ രീതിയിൽ തന്നെ അധികം വൈകാതെ തന്നെ തിരിച്ചു വരും. ഇപ്പം മൈൻഡൊക്കെ ഓക്കെയാണ്. ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശരീരമൊക്കെ ഒന്നിങ്ങോട്ട് റെഡി ആയാൽ ഓക്കെ ആയി. ഇനി എന്തെങ്കിലും ക്ഷതമേറ്റ ഭാഗത്തൊക്കെ വേദനയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവലായി വന്നോളൂ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. പിന്നെ എന്തുണ്ടെങ്കിലും വിളിക്കാൻ കേട്ടോ. എന്തായാലും 2 ദിവസം കൂടെ ഇവിടെ കിടന്നോളൂ. ഇവിടെ ഒന്ന് ലെവലായിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. ഓക്കെ? താങ്ക് യു. ഡോക്ടർ അതാ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരാശ്വാസം, ഷമ്മാസിൻ്റെയും. നുസൈബയുടെ മനസ്സിൽ സങ്കടവുമുണ്ട്, സന്തോഷവുമുണ്ട്, എന്നാൽ കുറച്ച് ഭയവുമുണ്ട്. കാരണം അത് മറ്റൊന്നുമല്ല, തൻ്റെ ഫൈസൽക്കയുടെ, തൻ്റെ ആദ്യ ഭർത്താവ് ഫൈസൽക്കയുടെ അനിയൻ്റെ ഭാര്യയായി ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അയാൾ അവിടെ ഉണ്ടായാൽ എന്നെ അവിടെ നിൽക്കാൻ സമ്മതിക്കുമോ, എന്നെ ജീവിക്കാൻ സമ്മതിക്കുമോ എന്നുള്ളൊരു ഭയം അവളെ അലട്ടുന്നുണ്ടായിരുന്നു. അവൾ ഉമ്മയെ വിളിച്ചു. ഉമ്മ. ആ ഒരു വിളി കേട്ട് എന്താ മോളെ എന്ന് പറഞ്ഞ് ഉമ്മ അവളുടെ അടുക്കിലേക്ക് പോകുന്നത് ഷമ്മാസ് ശരിക്കും നോക്കി നിന്നു. പഠിച്ചോനെ, ഇവരിപ്പോഴന്നെ ഇത്ര വലിയ ഫ്രണ്ട്സായോ? എത്ര കൂളായിട്ടാണ് അവൾ ഉമ്മ എന്ന് വിളിച്ചതും എന്താ മോളെന്ന് പറഞ്ഞ് ഉമ്മ അവളുടെ അടുക്കിലേക്ക് പോയതും
അവരെന്തെന്നറിയില്ല, വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് തോന്നുന്നല്ലോ. ഉമ്മ അവളോട് കാര്യപ്പെട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഷമ്മാസ് അത് ശ്രദ്ധിച്ചു. ശരിക്കും വ്യക്തമല്ല, എങ്കിലും നല്ല രീതിയിലാണ് അവർ സംസാരിക്കുന്നത്, എത്രയോ വർഷം പരിചയമുള്ളതുപോലെ. അവർ പറയുന്നത് ഇതായിരുന്നു: മോളെ, എൻ്റെ പൊന്നു മോളെ, അള്ളാഹു എനിക്ക് നിന്നെ തിരിച്ചു തന്നതാണ്. അതുകൊണ്ട് ഇനി എൻ്റെ മോള് ഒന്നും ഒരു വിഷമവും ഇല്ലാതെ ജീവിക്കണം. പിന്നെ നീ നിൻ്റെ പഴയ കാര്യം ആലോചിച്ച് ഒരിക്കലും വിഷമിക്കണ്ട. അതെ, അവനുണ്ടല്ലോ, നിൻ്റെ ആദ്യ ഭർത്താവ്, അതായത് എൻ്റെ മകന്, അവൻ്റെ ഭാര്യ അവിടെ ഉണ്ട്. അവൾ ആകെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് അവൻ്റെ ഈ സ്വഭാവം കൊണ്ട്. അവൻ പിന്നെയും എന്തൊക്കെയോ പെണ്ണുങ്ങളായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളും അതൊക്കെയുണ്ട്. അതുകൊണ്ട് എൻ്റെ മോളെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ മോനായതുകൊണ്ട് പറയല്ല ഞാൻ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവം കൊടുക്കല്ലേ. അപ്പോൾ എൻ്റെ പൊന്നുമോൾ എനിക്ക് തിരിച്ചു കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നല്ല റാഹത്തായിട്ട് എൻ്റെ മോൾ ജീവിക്കണം കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ മോൾ എൻ്റെ കൂടെ നിർത്താനാണ് ആഗ്രഹം. ഇപ്പോൾ ഇവിടെ ഷമ്മാസിൻ്റെ കൂടെ, ഷമ്മാസിനൊരാളായും ചെയ്തു, എനിക്കൊരാളായും ചെയ്തു, അങ്ങനെയാണ് എനിക്കിഷ്ടം. പക്ഷേ മോളെ, ആർക്കും അറിയില്ലല്ലോ, ഒന്നും അറിഞ്ഞിട്ടില്ല, ഷമ്മാസും അറിയില്ല. അപ്പോൾ എൻ്റെ മോള് ഇവിടെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിക്കാഹ് കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കുട്ടിനെ ഞാൻ ഇവിടെ നിർത്തിയിരുന്നു. എന്നാൽ പിന്നെ ഷമ്മാസിൻ്റെ അടുത്ത് ഒരാളും ആകുമായിരുന്നു. പക്ഷേ മോളെ, നിക്കാഹ് കഴിയാത്തത് കൊണ്ട് അതിനും പറ്റില്ലല്ലോ. എന്തപ്പോൾ ചെയ്യുക? എനിക്കാണ് നിന്നെ വിടാനും തോന്നുന്നില്ല. നിന്നെ എനിക്ക് കിട്ടിയതിൽ പഠിച്ച റബ്ബേ അൽഹംദുലില്ലാ, എത്ര പഠിച്ചതിനോട് നന്ദി പറയണമെന്ന് എനിക്ക് അറിയണില്ല മോളെ. ഞാൻ എന്താ ചെയ്യുക? എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഷമ്മാസിനെ എനിക്ക് തിരിച്ചു കിട്ടി, അതുപോലെ തന്നെ നിന്നെ എനിക്ക് തിരിച്ചു കിട്ടി. അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യങ്ങൾ. ഉമ്മ, ഞങ്ങളെന്നാ ഇപ്പോൾ പോട്ടെട്ടോ. എനിക്ക് ഉമ്മയുടെ അടുത്തുനിന്ന് പോരുന്നതൊക്കെ നല്ല സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ മോളെ. എനിക്കറിയാം നിൻ്റെ മാനസികാവസ്ഥ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ അടുത്തുനിന്ന് നീ പോവില്ല എന്നും എനിക്കറിയാം. അന്നും നീ എൻ്റെ അടുത്തുനിന്ന് പോയിട്ടില്ലല്ലോ, ഞാൻ നിന്നെ കൊണ്ടാക്കിയതല്ലേ. ഓർമ്മയില്ലേ നിനക്കത്? ഞാനായിട്ടല്ല നിന്നെ കൊണ്ടാക്കിയത്, ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടാവരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ പൊന്നുമോള്, എന്നാൽ പോയിക്കോളേ. എന്നാലേ ഷമ്മാസിനോട് ഒന്നുകൂടി പറഞ്ഞാലട്ടോ, അറിയാത്ത രീതിയിൽ തന്നെ പറഞ്ഞോ. ഉമ്മയും നുസേബിയും കൂടുതൽ സമയം ഒരുപാട് ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ട് ഷമ്മാസ് ശരിക്കും ശ്രദ്ധിക്കുന്നു. പഠിച്ചവനെ, എന്തപ്പോൾ ഇത് കഥ? ഇവരെന്ത് ഇത്രയ്ക്കൊരു ഫ്രണ്ട്ഷിപ്പ്? ഇത്രയും ഫ്രണ്ട്ഷിപ്പാകാൻ എന്തപ്പോൾ കാരണം? എന്നെ ഒരു നിമിഷമാണ് ഉമ്മ അവളെ കണ്ടത്. ഇപ്പോഴത്തെ ഒരു സമയം മാത്രം, ഇന്ന് അപ്പോഴേക്ക് ഇത്രമാത്രം ഫ്രണ്ട്ഷിപ്പോ? പഠിച്ചോനെ, നിലനിർത്തി തരണേ റഹ്മാനെ. എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഉമ്മാക്ക് അവളെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതന്നെ. ഷമ്മാസിൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് തീർപ്പുമുട്ടി. ഉമ്മ അവളോട് പറയുന്നു, എന്നാൽ ഷാമോനോട് ഒന്ന് പറഞ്ഞാലട്ടോ. ഹിജാബി അവൻ്റെ അടുത്തേക്ക് എത്തുന്നു. അവൾക്ക് എന്ത് പറയണം, എന്ത് തുടങ്ങണം എന്നറിയുന്നില്ല. അവളെ കണ്ടപ്പോൾ ഷമ്മാസ് അവളെ വിളിച്ചു. ഹിജാബി, നീ പഴയതിനേക്കാൾ ഒന്നുകൂടി മുഞ്ചു കൂടിയല്ലോ. അവൾ നാണം കൊണ്ട് തല താഴ്ത്തി. ഹിജാബി, ഞാൻ കരുതി എനിക്ക് വയ്യാത്തൊരവസ്ഥ വന്നപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന്. ഹേയ് ഷമ്മാസ്, അങ്ങനെ ഒരിക്കലുമില്ല. യഥാർത്ഥ സ്നേഹമുള്ളവർക്ക് അതങ്ങനെ ചെയ്യാൻ കഴിയുമോ? മതി, എൻ്റെ മനസ്സ് നിറഞ്ഞു. അല്ല ഹിജാബി, നീ ഇവിടെ നിൽക്കുന്നോ? പോകാൻ തോന്നുന്നുണ്ടോ എന്നെ വിട്ട്? അവൾ തലയാട്ടി വെറുതെ. ഇല്ല എന്ന്. എന്നാൽ ഞാൻ പോട്ടെ ഷമ്മാസ്. ഹിജാബി വളരെയധികം നാണത്തോടു കൂടി അവനോട് ചോദിക്കുന്നു. ഇൻഷാ അല്ലാ, പോയിട്ട് വാ, വരണട്ടോ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം നിന്നെ മഹർമാൽ അണിയിക്കാൻ, പോരെ? ഷമ്മാസ് അവളോട് അത് പറഞ്ഞപ്പോൾ ഹിജാബി ശരിക്കും നാണം കൊണ്ട് തല താഴ്ത്തി. ഇൻഷാ അല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും, അതുപോലെ മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്കെല്ലാവർക്കും ഷഹീദിൻ്റെ കൂലി നൽകട്ടെ. മണ്ണിനിടയിലും എവിടെയെങ്കിലൊക്കെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ജീവന് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ, അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.